സാമൂഹ്യ ജീവിതത്തിന്റെ ഒരു മേഖലകളിലും നമ്മുടെ കുട്ടികൾ ലഹരി ഭീഷണിയിൽ നിന്നും സുരക്ഷിതരല്ല എന്നും അതുകൊണ്ട് തന്നെ വരും തലമുറയെ ലഹരിയിൽ നിന്നും സംരക്ഷിക്കാനുള്ള നിതാന്ത ജാഗ്രത പുലർത്തേണ്ടത് സമൂഹത്തിന്റെ മുഴുവൻ ബാധ്യതയാണെന്നും SDPI എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അറഫ മുത്ലിബ് പറഞ്ഞു. എടവനക്കാട് SDPI 2ാം വാർഡ് കമ്മിറ്റി പുളിക്കനാട്ട് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സദസ്സും ഇഫ്താർ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ എവിടെയാണ് സേഫ് ആണ് എന്ന് നമുക്ക് ധൈര്യമായി പറയാൻ കഴിയുന്ന എവിടെയും കഴിയുന്നില്ല. നമ്മുടെ തൊട്ടടുത്തുള്ള പറമ്പുകൾ സേഫ് ആണെന്ന് പറയാൻ കഴിയില്ല. അവരെവിടെയെങ്കിലും കൂട്ടുകാരുമായി കൂടി നിൽക്കുമ്പോൾ അവിടെ നമുക്ക് പേടിയാണ്. നമുക്ക് ജംഗ്ഷനിൽ കടത്തിണ്ണകളിൽ നിൽക്കുമ്പോൾ അവിടെയും നമുക്ക് പേടിയാണ്. സ്കൂളിൽ പോകുമ്പോൾ അവിടെയും നമുക്ക് സമാധാനമില്ല. സ്കൂളുകളിലും ലഹരികൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പടി കൂടി കടന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പള്ളി കമ്മിറ്റിയിലുള്ള, ഇവിടെയല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള പല പള്ളികളിലും, ആലുവയിലും മറ്റൊരു ഭാഗത്തുള്ള പള്ളി കമ്മിറ്റിയിലുള്ള ആളുകൾ പോലും പറയുന്നു, രാത്രി അവിടെയൊക്കെ പള്ളികൾ അടച്ചുകൊണ്ടിരിക്കുന്നു. രാത്രി തുറന്നിട്ടിരുന്ന പള്ളികൾ അടച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം രാത്രി പല വിധത്തിലുള്ള ആളുകളും അവിടെ കയറി അവിടെയും ഈ ലഹരി പടർത്താനുള്ള ഇടമായി അവിടെയും അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമുക്ക് ധൈര്യത്തോടു കൂടി കുട്ടികളെ അയക്കാൻ പറ്റിയ ഇടങ്ങൾ ഏതാണെന്ന് നമ്മൾ ആശങ്കയോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇത്തരം ഒരു ഭയാനകമായ ഒരു സാഹചര്യത്തിലാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇഫ്താർ സംഗമത്തിൽ പോലും ഇതിനോടൊപ്പം ലഹരി വിരുദ്ധ ബോധവൽക്കരണം കൂടി ഇതിനൊപ്പം വെച്ചിട്ടുള്ളത്. SDPI വൈപ്പിൻ മണ്ഡലം പ്രസിഡന്റ് സുധീർ ഉമ്മർ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ലഹരിക്ക് അടിമയായ, ലഹരിക്ക് വിൽപ്പന നടത്തുന്ന ആളുകളെ പോലീസും എക്സൈസും അറസ്റ്റ് ചെയ്താൽ ഈ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരാണ് അവര് ജാമ്യത്തിലെടുക്കുന്നത്. അവർക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന കപട രാഷ്ട്രീയ നേതൃത്വങ്ങളാണ് ഈ പരമ്പരാഗത രാഷ്ട്രീയം നടത്തുന്നവർ. അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഈ 2 ആഴ്ചക്കുള്ളിൽ, ഈ 1 മാസത്തിനുള്ളിൽ 4-5 കൊലപാതകത്തിന്റെ ഫലമായി നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ 2 ആഴ്ചക്കുള്ളിൽ കോടികളുടെ മയക്കുമരുന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തത്. തുടർന്ന് നടന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസിന് അഷ്റഫ് കാലടി നേതൃത്വം നൽകി. 2ാം വാർഡ് മെമ്പർ സുനൈന സുധീർ, എടവനക്കാട് പഞ്ചായത്ത് സെക്രട്ടറി തൻസീർ ഷംസുദ്ദീൻ എന്നിവർ സന്നിഹിതരായിരുന്നു.